ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ധാരാളം പോരായ്മകളുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് വേണ്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. നിയമസഭയിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫണ്ടിൽ നിന്നായിരിക്കണം. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യം, മതേതര മൂല്യങ്ങളുള്ള പ്രതിബദ്ധത വളർത്തണം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജാതിപരവും മതപരവുമായ വികാരങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും കണക്കുകൾ നിർബന്ധമായി ഓഡിറ്റ് വിധേയമാക്കുകയും വേണം. ഇങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങളാണ് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ വരേണ്ടത്. ഇതിൽ 26, 27, 28 നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയതയുടെ വികസനത്തിന് സംഭാവന നൽകുന്ന വിവിധ ഘടകങ്ങൾ വിവരിക്കുക. ദേശീയത എന്നാൽ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഏകതാബോധവും കൂട്ടായ്മയാണ് ദേശീയത. നിരവധി ഘടകങ്ങൾ ദേശീയതയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. അവ താഴെ പറയുന്നു. ഏതൊക്കെയാണത്? പൊതുവായിട്ടുള്ള വിശ്വാസങ്ങൾ. പൊതുവായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഉണ്ടാകുന്ന ഏകത്വബോധവും കൂട്ടായ്മയാണ് പൊതുവായ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചരിത്രം. രാഷ്ട്രത്തിൻ്റെ പൊതുവായ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ എന്നിവ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. ഭൂപ്രദേശം. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഏറെക്കാലം ഒരുമിച്ച് താമസിക്കുകയും പൊതുവായ ഒരു ഭൂതകാലം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളിൽ ഏകതാബോധം രൂപപ്പെടുന്നു. പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ. ജനാധിപത്യം, മതേതരത്വം, പാർലമെന്ററി ജനാധിപത്യം, സോഷ്യലിസം, ലിബറലിസം എന്നീ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നു. പൊതുവായ രാഷ്ട്രീയ സ്വത്വം. പൊതുവായ വംശപരമ്പര, ഭാഷ, മതം എന്നിവ ജനങ്ങളെ ഒരുമിപ്പിക്കുകയും അവർക്കൊരു സാംസ്കാരിക സ്വത്വം പ്രഭാവനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, നമ്മളെല്ലാവരും ഒന്നിച്ചുള്ളതാണെന്ന് ചിന്ത ഉണ്ടാവണം. ജാതിപരമായിട്ടോ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു വിവേചനവും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ മതേതരത്വത്തിന് എതിരെ നിൽക്കുന്ന ചില പ്രധാന വിമർശനങ്ങൾ വിവരിക്കുക. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചും പാശ്ചാത്യ മതേതരത്വത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. ഇന്ത്യൻ മതേതരത്വം മതവിരുദ്ധമാണെന്ന് വാദിക്കുന്നു. മതങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു. ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ ഇറക്കുമതിയാണ്. അവ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ല. ഇന്ത്യൻ മതേതരത്വം ന്യൂനപക്ഷത്തിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ മതേതരത്വം അപ്രായോഗികവും അസാധ്യമാണെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന്. എന്നാൽ ഇന്ത്യൻ മതേതരത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. സാർവത്രിക പൗരത്വം, ആഗോള പൗരത്വം എന്നിവയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പൗരത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സാർവത്രിക പൗരത്വം എന്നാൽ? ഒരു രാജ്യത്ത് താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്കും പൗരത്വം അപേക്ഷിക്കുന്നവർക്കും രാഷ്ട്രത്തിന് പൂർണ്ണ അംഗത്വം ലഭിക്കുക എന്നതാണ് സാർവത്രിക പൗരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള പൗരത്വം എന്നാൽ ഒരു സങ്കല്പമാണ്. താൻ ഒരു രാജ്യത്തിൻ്റെ പൗരൻ മാത്രമല്ല, ലോകത്തിലെ പൗരനാണെന്ന കാഴ്ചപ്പാടാണിത്. ദേശീയ അതിർത്തികൾക്കപ്പുറത്തേക്ക് തങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ആഗോള പൗരത്വത്തിൻ്റെ സവിശേഷതയാണ്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധവും ആഗോള പൗരത്വം എന്ന ആശയത്തിന് ബലമേകുന്നു. ആധുനിക കാലത്ത് രാഷ്ട്രങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും രാഷ്ട്രത്തിന് തനിയെ പരിഹരിക്കാനാവുന്നവയല്ല. വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെയും ഗവൺമെൻറ്റുകളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇവ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ സുഗമമായി പരിഹരിക്കാൻ സാധിക്കുന്നതും ആഗോള പൗരത്വത്തിൻ്റെ പ്രധാന ആകർഷണീയതയാണ്. ഇവിടെ സാർവത്രിക പൗരത്വം ആഗോള പൗരത്വം തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ചിലപ്പം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് രൂപം നൽകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമാക്കുന്ന 5 വ്യവസ്ഥകൾ ചുരുക്കി വിവരിക്കുക. ഏതെല്ലാമാണത്? 1. ഒരു സംസ്ഥാനത്തെ വിഭജിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്തോ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് അല്ലെങ്കിൽ കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിനാണ്. സാമ്പത്തിക സഹായങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഗവർണർക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനെയും നിയമസഭയും പിരിച്ചുവിടാൻ കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാവുന്നതാണ്. നമ്മളോട് 5 ഇതാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആദ്യത്തെ പാർലമെൻറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ വിവരിക്കുക. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക,
വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ നിശ്ചയിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക, തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിധി നിർണ്ണയിക്കുക, വോട്ടെണ്ണൽ നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുക. എക്സാമിന് വരുന്ന 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തായാലും എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം.